അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. രാഹുൽ മാങ്കൂട്ടത്തിൽ കുട്ടിയാണെന്ന് ചെന്നിത്തല പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുട്ടിയല്ലേ, അതിനെ അങ്ങനെ കണ്ടാൽ മതിയെന്ന് രാഹുൽ തന്നെ പറഞ്ഞല്ലോ. അൻവറിനെ കുറച്ചു കാണുന്നില്ല. നിലമ്പൂരിൽ UDF മിന്നു വിജയം നേടുമെന്ന് ചെന്നിത്തല പറഞ്ഞു. നിലമ്പൂരിലേത് രാഷ്ട്രീയ പോരാട്ടമാണ്. UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. അൻവറിനെ ചേർത്ത് നിർത്താനായിരുന്നു ആഗ്രഹം. എല്ലാ UDF നേതാക്കളും അത് ആഗ്രഹിച്ചു. സർക്കാരിനെതിരെ എല്ലാവരെയും യോജിപ്പിച്ചു നിർത്താനായിരുന്നു ആഗ്രഹം. എന്നാൽ അൻവർ തന്നെയാണ് അത്തരം ചർച്ചകളുടെ വഴി അടച്ചതെന്നും ചെന്നിത്തല പറഞ്ഞു. ഇനി ചർച്ചയുണ്ടാവില്ല. മത്സരത്തിൽ ഉറച്ചു നിൽക്കണമോ എന്ന് അൻവർ തീരുമാനിക്കട്ടെ എന്നും കോൺഗ്രസിൽ ഭിന്നതയുണ്ടാക്കാൻ അൻവറിനാകില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. UDF പലതവണ അൻവറുമായി ചർച്ച നടത്തിയിരുന്നുവെന്ന് ചെന്നിത്തല പറഞ്ഞു. ചർച്ചയിൽ ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കാൻ ഒരു ഘട്ടത്തിലും അൻവർ തയ്യാറായില്ല. അൻവറുമായി ഒരു ചർച്ചയും വേണ്ടെന്ന് UDF ഏകകണ്ഠമായി തീരുമാനിക്കുകയായിരുന്നു. അൻവർ തന്നെയാണ് UDFിലേക്കുള്ള വഴി അടച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. LDFിനോട് വിയോജിപ്പുള്ളവരെ ഒന്നിച്ചു നിർത്തണമെന്ന് കരുതി. അൻവറിനെ ചേർത്തു നിർത്തണം എന്നായിരുന്നു UDF ആഗ്രഹിച്ചത്. അൻവറിനെ കൂടെ നിർത്തി മുന്നോട്ട് പോകണമെന്നാണ് കരുതിയത്. ചർച്ചകൾ കൊണ്ട് അർത്ഥമില്ലെന്ന് മനസ്സിലായി. UDFിനെ പിന്തുണയ്ക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ചർച്ച ഇല്ലെന്ന് തീരുമാനിച്ചത്. നിലമ്പൂരിൽ UDFിന് അനുകൂലമായ അന്തരീക്ഷമാണ്. നിലമ്പൂരിൽ മത്സരം UDFും LDFും തമ്മിലാണ്. ആര് വന്നാലും രാഷ്ട്രീയ പോരാട്ടമായാണ് കാണുന്നത്. താനും കുഞ്ഞാലിക്കുട്ടിയും പലതവണ അൻവറുമായി സംസാരിച്ചു. UDF നിലപാട് പലതവണ അൻവറിനെ അറിയിച്ചതാണ്. എന്നാൽ അൻവറിന്റെ ഭാഗത്തു നിന്ന് അനുകൂല സമീപനം ഉണ്ടായില്ല. രാഷ്ട്രീയ മത്സരം LDFിനാണ് വെല്ലുവിളി. UDFിന് ഒരു ആശങ്കയുമില്ല. അൻവറുമായി ഇനി ഒരു ചർച്ചയ്ക്കുമില്ല. കേരളത്തിൽ ഭരണമാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ട്. പക്ഷേ നിലമ്പൂരിലേത് രാഷ്ട്രീയമാണ്. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം UDFിനെ ബാധിക്കേണ്ട സാഹചര്യം നിലമ്പൂരിലില്ല. സ്ഥാനാർത്ഥി ദാരിദ്ര്യമുള്ള പാർട്ടിയാണ് CPM എന്ന് കരുതുന്നില്ല. സമൂഹ മാധ്യമങ്ങളിലെ ട്രോളുകൾ കാര്യമാക്കേണ്ട. കുട്ടികളല്ലേ, ഭരണത്തിന്റെ വിലയിരുത്തലാണെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. അൻവറിന്റെ അധ്യായം അടച്ചെന്ന് പറഞ്ഞത് VD സതീശന്റെ അഭിപ്രായമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു. എന്നാൽ രാഷ്ട്രീയത്തിൽ വാതിലടയ്ക്കൽ ഇല്ലെന്നായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ കുട്ടിയാണ്. കോൺഗ്രസിൽ ഭിന്നതയുണ്ടാക്കാൻ അൻവറിനാകില്ല. അൻവറിനെ കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് കരുതിയത്. പക്ഷേ ചർച്ചകൾ കൊണ്ട് അർത്ഥമില്ലെന്ന് മനസ്സിലായി. അൻവർ തന്നെയാണ് UDFിലേക്കുള്ള വഴി അടച്ചതെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. ഇനി ചർച്ചയുണ്ടാവില്ല. മത്സരത്തിൽ ഉറച്ചു നിൽക്കണമോ എന്ന് അൻവർ തീരുമാനിക്കട്ടെ എന്നും കോൺഗ്രസിൽ ഭിന്നതയുണ്ടാക്കാൻ അൻവറിനാകില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. UDF പലതവണ അൻവറുമായി ചർച്ച നടത്തിയിരുന്നുവെന്ന് ചെന്നിത്തല പറഞ്ഞു. ചർച്ചയിൽ ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കാൻ ഒരു ഘട്ടത്തിലും അൻവർ തയ്യാറായില്ല. അൻവറുമായി ഒരു ചർച്ചയും വേണ്ടെന്ന് UDF ഏകകണ്ഠമായി തീരുമാനിക്കുകയായിരുന്നു.